ചെമ്പനീർ പൂവിൻ്റെ വരാനിരിക്കുന്ന എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നത്തെ നമ്മുടെ എപ്പിസോഡിൻ്റെ ഹൈലൈറ്റ് എന്ന് പറയുന്നത് നമ്മുടെ ശ്രുതിയുടെ കുഞ്ഞിനെയും അമ്മേനെയും കൂടെ കൂട്ടിയിട്ട് മറ്റൊരു സ്ഥലത്തേക്ക് സ്ഥലം മാറി പോവുകയാണ് കേട്ടോ. അതായത് നമ്മുടെ രേവതിനെയും സച്ചിനെയും ഭയന്നിട്ടാണ് ശ്രുതി ഇങ്ങനെ ചെയ്യുന്നത്. ശ്രുതിൻ്റെ കുഞ്ഞും ശ്രുതിൻ്റെ അമ്മയും രേവതിയും സച്ചിയുമായിട്ട് വല്ലാണ്ട് അടുപ്പത്തിലാണല്ലോ. അപ്പോൾ ആ അടുപ്പം ശ്രുതിനെ വല്ലാതെ ഭയക്കുന്നുണ്ട് ശ്രുതി എല്ലാ കാര്യത്തിലും. അതുകൊണ്ട് ശ്രുതി അവരെയും കൂട്ടി മറ്റൊരു സ്ഥലത്തേക്ക് പോവാണ്. അവിടെ ചെന്ന് ശ്രുതിൻ്റെ കുഞ്ഞിനെ പുതിയൊരു സ്കൂളിൽ ചേർക്കാൻ വേണ്ടിയിട്ട് ശ്രുതിൻ്റെ അമ്മേനെയും കുഞ്ഞിനെയും കൂടെ കൂട്ടി ആ സ്കൂളിലേക്ക് പോവാണ്. അവിടെ തന്നെ അതേ സമയം നമ്മുടെ രവീന്ദ്രൻ ഒരു ജോലി സംബന്ധമായ കാര്യത്തിന് വേണ്ടിയിട്ട് ആ സ്കൂളിലേക്ക് വരുന്നുണ്ട്. അപ്പോൾ അവർ തമ്മിൽ കാണുമോ ഇല്ലയോ എന്നുള്ള ഒരു എപ്പിസോഡിൻ്റെ റിവ്യൂ ആണ് ഇന്നത്തെ റിവ്യൂ. അപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ശ്രുതിൻ്റെ അമ്മേനെയും കുഞ്ഞിനെയും കൊണ്ട് അവരിപ്പോൾ താമസിക്കുന്ന ഇടത്തിൽ നിന്നും മറ്റൊരു സ്ഥലത്തേക്ക് താമസം മാറിയിരിക്കുവാണ്. അവിടെ ഒരു വീട് അമ്മയ്ക്കും മകൻ ആദിക്കും താമസിക്കാൻ വേണ്ടി വാടകയ്ക്ക് എടുത്തിട്ടുണ്ട് കേട്ടോ. ശ്രുതിയുടെ മകൻ ശ്രുതിയെ കെട്ടിപ്പിടിച്ചുകൊണ്ട് പറയാണ്, അമ്മേ ഈ വീട് നല്ല ഭംഗിയുണ്ട്, എനിക്ക് ഒരുപാട് ഇഷ്ടപ്പെട്ടു എന്ന്. അപ്പോൾ ശ്രുതിയുടെ ഫ്രണ്ട് മീരയും അവിടെ അവരോടൊപ്പം ഉണ്ടായിരുന്നു കേട്ടോ. മീര ശ്രുതിയോട്, കൊള്ളാലോ ശ്രുതി, ഈ വീട് നീ നല്ലപോലെ മെയിൻറ്റെയിൻ ചെയ്തിട്ടുണ്ട്, നല്ലപോലെ സെറ്റാക്കി എടുത്തിട്ടുണ്ടല്ലോ. അപ്പോൾ ശ്രുതി അവളെ നോക്കി ചിരിക്കുന്നുണ്ട്. പക്ഷേ ശ്രുതി അത്രയ്ക്ക് ഹാപ്പിയൊന്നും അല്ല കേട്ടോ. കാരണം അപ്പോൾ അവരോടുകൂടെ അവിടെ ശ്രുതിൻ്റെ ഫ്രണ്ട് മീര ഉണ്ടായിരുന്നു. മീര ഇപ്പോൾ ശ്രുതിയോട് പറയുന്നുണ്ട് കേട്ടോ, കൊള്ളാലോ ശ്രുതി, ഈ വീട് നീ നല്ലപോലെ സെറ്റ് ചെയ്തിട്ടുണ്ട്, എല്ലാ സാധനങ്ങളും വാങ്ങിച്ചു വെച്ചിട്ടുണ്ട്. അപ്പോൾ ശ്രുതി അവളെ നോക്കി ചിരിക്കുന്നുണ്ട്. പക്ഷേ ശ്രുതി അത്രയ്ക്കും വലിയ ഹാപ്പിയൊന്നും അല്ല കേട്ടോ. കാരണം ഇപ്പോൾ എടുത്തിട്ടുള്ള വീട് ചന്ദ്രമതിയും രവീന്ദ്രനും ശ്രുതിയും സുധിയും സച്ചിയും രേവതിയും ഒക്കെ താമസിക്കുന്ന വീട്ടിൽ നിന്ന് കുറച്ച് കിലോമീറ്റർ മാത്രമേ ദൂരമുള്ളൂ. പിന്നെ ശ്രുതിക്ക് ഇവരുടെ കാര്യങ്ങളൊക്കെ ഇടയ്ക്ക് വന്ന് എല്ലാ ആഴ്ചയിലും വന്ന് അന്വേഷിക്കാൻ അടുത്ത ഒരു സ്ഥലം വേണം. അതുകൊണ്ടാണ് ഇവിടെ എടുത്തിരിക്കുന്നത്. അതുകൊണ്ട് ഇവരെ പുറത്ത് ഇറങ്ങുമ്പോൾ സച്ചിയും രേവതിയും കണ്ടുപിടിക്കുമോ എന്ന് ഒരു ഭയം ശ്രുതിക്കുണ്ട്. പിന്നീട് മീര അമ്മയോട് ചോദിക്കുവാണ്, അമ്മയ്ക്ക് ഈ സ്ഥലം ഇഷ്ടമായോ എന്ന്. അപ്പോൾ അമ്മ പറയുന്നുണ്ട്, എനിക്ക് ഈ സ്ഥലം ഇഷ്ടപ്പെട്ടു, പക്ഷേ ഇവിടുത്തെ വെള്ളം അത്ര നല്ലതല്ല. അത് കേട്ടതും ശ്രുതി അമ്മയോട് ദേഷ്യപ്പെട്ട് പറയുകയാണ്, അമ്മേ ഇവിടുത്തെ വെള്ളത്തിന് കുഴപ്പമൊന്നുമില്ല, പിന്നെ കുടിക്കാൻ അടുത്ത കടയിൽ നിന്ന് 2 ദിവസം കൂടുമ്പോൾ ക്യാൻ കൊണ്ടുവന്ന് വെക്കാൻ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ശ്രുതിയുടെ അമ്മ ഒന്നും മിണ്ടാണ്ട് തലയാട്ടുന്നുണ്ട് കേട്ടോ. പിന്നെ നമ്മുടെ ആദി ശ്രുതിൻ്റെ അടുത്തേക്ക് ഓടി വന്നിട്ട് ചോദിക്കുകയാണ്, അമ്മേ ഇവിടെ ബീച്ചുണ്ടോ? അപ്പോൾ ശ്രുതി പറയാണ്, ഇല്ലടാ, പക്ഷേ ഇവിടെ അടുത്തൊരു സ്ഥലത്ത് ബീച്ചുണ്ട്, എല്ലാ ഞായറാഴ്ചയും ഞാൻ വന്ന് നിന്നെ അങ്ങോട്ട് കൂട്ടിക്കൊണ്ട് പൊക്കോളാം, നീ നല്ല കുട്ടിയായിട്ട് ഇവിടെ ഇരിക്കണം കേട്ടോ എന്ന് പറയണം. അങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുന്ന സമയത്ത് മീര ശ്രുതിനോട് പറയുന്നുണ്ട്, എടി ശ്രുതി, ഇതാ പാല് തിളച്ചു. അങ്ങനെ ശ്രുതി പാല് എടുത്തുകൊണ്ട് അവരുടെ പൂജയും കാര്യങ്ങളും ഒക്കെ ചെയ്യുന്നുണ്ട് കേട്ടോ. അപ്പോൾ ആദ്യമായിട്ട് ഒരു വീട്ടിൽ താമസിക്കാൻ വന്നില്ലേ, അന്നേരം ഒരു പാല് കാച്ചൽ പോലെയാണ് അവർ ആ ചടങ്ങ് നടത്തുന്നുണ്ട്. അതിനുശേഷം ദേവീൻ്റെ മുമ്പിൽ നിന്ന് നല്ലോണം പ്രാർത്ഥിക്കുന്ന ശ്രുതിയുടെ അമ്മേനെയാണ് കാണിക്കുന്നത്. കാരണം ശ്രുതിയുടെ അമ്മയ്ക്ക് ഒട്ടും ഒരു താല്പര്യം വന്നിട്ടില്ല ഈ വീട്ടിലേക്ക് മാറിയതൊന്നും. നമ്മുടെ ആദ്യം പഠിച്ചതും വളർന്നതും ഒക്കെ അവരുടെ നാട്ടിലാണല്ലോ. അപ്പോൾ പെട്ടെന്ന് ആദിനെ ഇങ്ങോട്ട് മാറ്റിക്കൊണ്ട് വരുമ്പോൾ ആദിക്കുണ്ടാവുന്ന വിഷമവും കാര്യങ്ങളും ഒക്കെ ഓർത്തിട്ടാണ് ശ്രുതിയുടെ അമ്മയ്ക്ക് വിഷമം. അതുകൊണ്ടാണ്, മാത്രമല്ല ആദി ഒറ്റപ്പെട്ടു പോവോ എന്നുള്ള ഭയമൊക്കെ ശ്രുതിയുടെ അമ്മയ്ക്ക് നല്ലപോലെ ഉണ്ട്. അതുകൊണ്ട് ശ്രുതിയുടെ അമ്മയ്ക്ക് ഭയങ്കര പേടിയാണ് കേട്ടോ ഇങ്ങോട്ട് വന്നതൊക്കെ. ആദിൻ്റെ ഭാവി എന്താകുമെന്നൊക്കെ ആലോചിച്ച് ഭയവും പേടിയും ഒക്കെ ഉണ്ട്. ഇത് ഇങ്ങനെ ജനലിൽ കൂടെ പുറത്തേക്കൊക്കെ നോക്കുവാണേ അടുത്തുള്ളവരെയൊക്കെ. പക്ഷേ ശ്രുതിയുടെ മുഖത്തിങ്ങനെ പേടിയും ഭയവും ഇങ്ങനെ കാണിക്കുന്നുണ്ട് കേട്ടോ. അന്നേരം നമ്മുടെ ആദിക്കുട്ടൻ വന്ന് ശ്രുതിനോട് ചോദിക്കുകയാണ്, അമ്മ ഞാൻ പുറത്ത് പോയി കളിച്ചോട്ടെ? അപ്പോൾ ശ്രുതി പറയുന്നുണ്ട്, നീ ഗേറ്റിൻ്റെ പുറത്തേക്ക് പോകരുത്, ഈ മുറ്റത്ത് നിന്നൊക്കെ കളിച്ചാൽ മാത്രം മതി, ഗേറ്റിൻ്റെ വെളിയിലേക്ക് പോകരുത് എന്ന് പറയുകയാണ്. അതിനുശേഷം ശ്രുതിൻ്റെ അമ്മയോട് ചോദിക്കുകയാണ്, അമ്മ എന്തു പറ്റി, അമ്മയ്ക്ക് ഇവിടെ ഇഷ്ടപ്പെട്ടില്ലേ എന്ന് ചോദിക്കുമ്പോൾ ശ്രുതിയുടെ അമ്മ പറയാണ്, എനിക്കിവിടെ ഇഷ്ടപ്പെടാതിരിക്കൊന്നുമില്ല, പക്ഷേ എനിക്ക് ആദീനെ ഓർക്കുമ്പോഴാണ് ടെൻഷൻ. അവൻ ഇത്ര കാലം കളിച്ചുകൊണ്ടൊക്കെ നടന്നത് നമ്മുടെ നാട്ടിലല്ലേ, നമ്മുടെ നാട്ടിലെ കുട്ടികളും കളിച്ച് വളർന്നതല്ലേ, പെട്ടെന്ന് ഇങ്ങോട്ട് പറിച്ച് മാറ്റി നടുമ്പം ഇത്രയും വലിയൊരു നാട്ടിൽ അറിയാത്തൊരു സ്ഥലത്ത് അത് അവനെ വല്ലാണ്ട് ബാധിക്കുമല്ലേ. അപ്പോഴത്തേനും ശ്രുതി അമ്മയോട് ദേഷ്യപ്പെടുന്നുണ്ട്, അവന് ഈ പ്രശ്നമൊന്നുമില്ലല്ലോ, പിന്നെ എന്തിനാ അമ്മയ്ക്ക് ഇത്രയും വലിയ ടെൻഷൻ എന്നൊക്കെ ചോദിച്ച് അമ്മയോട് ദേഷ്യപ്പെടുകയാണ് ശ്രുതി.
ശ്രുതിയോട് അന്നേരം ശ്രുതീൻ്റെ അമ്മ ചോദിക്കുകയാണ്, അപ്പോൾ പച്ചക്കറിയും പാലും ഒക്കെ മേടിക്കാൻ വേണ്ടിയിട്ട് ഞാൻ കടയിലേക്ക് പോകേണ്ട ആവശ്യമൊന്നുമില്ലേ എന്ന് ചോദിക്കുമ്പോൾ ശ്രുതീൻ്റെ അമ്മയോട് ദേഷ്യപ്പെട്ട് പറയുകയാണ്, അതിൻ്റെ ഒന്നും ആവശ്യമില്ല, ഞാൻ വരുമ്പോൾ ഞാൻ ആവശ്യത്തിനുള്ള സാധനങ്ങളൊക്കെ വാങ്ങിച്ചു തന്നോളാം. പിന്നെ പാല് എല്ലാ ദിവസവും കൊണ്ടുവെക്കാൻ വേണ്ടിയിട്ട് ഞാൻ ഇവിടെ അടുത്തുള്ള ഒരു കടക്കാരനോട് പറഞ്ഞിട്ടുണ്ട്. അപ്പം മാത്രമല്ല, അമ്മയും ആരോടും സംസാരിക്കാൻ വേണ്ടിയിട്ട് പാടില്ല, ഇവിടെ ആരോടും അമ്മ ഒരു തരത്തിലുള്ള കോണ്ടാക്റ്റും വെക്കരുത് എന്ന് ശ്രുതി അമ്മേനെ ഓർമ്മപ്പെടുത്തുന്നുണ്ട്. അന്നേരം മീര ചോദിക്കുന്നുണ്ട്, എടി ഇവിടെ ആരോടും സംസാരിക്കാണ്ട് ഇവരെങ്ങനെ ഇവിടെ ജീവിക്കും എന്ന് ചോദിക്കുമ്പോൾ ശ്രുതി മീരയോട് പറയാണ്, മീര, നമ്മൾ ഈ വീട് എടുത്തത് എങ്ങനെയാണെന്നുള്ള കാര്യം നിനക്കറിയാലോ. ഓരോ കള്ളങ്ങൾ പറഞ്ഞിട്ടാണ് ഹൗസ് ഓണറിൻ്റെ കയ്യിൽ നിന്ന് ഈ വീട് വാങ്ങിച്ചിരിക്കുന്നത്. ഇനിയിപ്പം അയാൾ അതൊക്കെ അറിഞ്ഞിട്ടുണ്ടെന്നുണ്ടെങ്കിൽ നമ്മൾ ഈ വീട്ടിൽ നിന്ന് ഇറക്കി വിടും. അതുകൊണ്ട് ആവശ്യമില്ലാത്ത ഒരു ബന്ധത്തിന് നിൽക്കാത്തതാണ് നമുക്ക് നല്ലത്. പിന്നീട് ശ്രുതി അമ്മയോട് പറയാണ്, ഒരു കാരണവശാലും നിങ്ങളുടെ ഒരു ബന്ധുക്കളും ഇവിടെ വരാനോ നമ്മൾ ഇവിടെയാണ് താമസിക്കുന്നതെന്നോ അവരൊരിക്കലും അറിയരുത്. എവിടെയാണ് നിങ്ങൾ താമസിക്കുന്നതെന്നുള്ള അഡ്രസ്സും കാര്യങ്ങളൊന്നും ഒരിക്കലും അവരുടെ കയ്യിൽ കൊടുക്കരുത് എന്ന് പറയാണ്. അപ്പം ശ്രുതീൻ്റെ അമ്മ ചോദിക്കുന്നുണ്ട്, നിൻ്റെ ഇളയമ്മയോട് പറയാണ്ടിരിക്കാൻ വേണ്ടി പറ്റുമോ എന്ന് ചോദിക്കുമ്പോൾ, അതൊക്കെ ഞാൻ നോക്കിക്കോളാം, തൽക്കാലം ഇപ്പം നിങ്ങൾ അതൊന്നും അന്വേഷിക്കേണ്ട ആവശ്യമില്ല എന്ന് പറഞ്ഞ് ശ്രുതീൻ്റെ അമ്മയോട് ദേഷ്യപ്പെടുകയാണ്. എന്നിട്ട് ശ്രുതി അമ്മയോട് ദേഷ്യപ്പെട്ട് പറയുകയാണ്, അമ്മേ, നിങ്ങൾ ഒരു തരത്തിലും ആരോടുമായിട്ട് കോൺടാക്ട് ചെയ്യാണ്ടിരിക്കണം, നിങ്ങൾ പറ്റുന്ന അത്രത്തോളം കഥ കടച്ച് റൂമിൽ തന്നെ ഇരിക്കുക എന്ന് പറയുകയാണ്. എന്നിട്ട് ശ്രുതി പോയിട്ട് ഒരു കസേരയൊക്കെ ചെന്നിരിക്കുമ്പം അമ്മ ശ്രുതീൻ്റെ അടുത്തേക്ക് ചെന്നിട്ട് ചോദിക്കുകയാണ്, അപ്പോൾ പച്ചക്കറിയും പാലും ഒക്കെ മേടിക്കാൻ വേണ്ടിയിട്ട് കടയിൽ പോകേണ്ട ആവശ്യം വരത്തില്ലേ എന്ന് ചോദിക്കുമ്പം ശ്രുതി അമ്മയോട് ദേഷ്യപ്പെട്ട് പറയാണ്, അതിൻ്റെ ഒന്നും ആവശ്യമില്ല, എല്ലാ ആഴ്ചകളിലും ഞാൻ വരുമ്പോൾ നിങ്ങൾക്ക് ആവശ്യമുള്ള അത്രയും സാധനങ്ങൾ ഞാൻ ഇവിടെ വാങ്ങിച്ചു കൊണ്ടുവന്നോളാം. പിന്നെ പാല് എല്ലാ ദിവസവും കടക്കാരനോട് ഞാൻ പറഞ്ഞിട്ടുണ്ട് പാല് ഇവിടെ കൊണ്ടുവെക്കാൻ വേണ്ടിയിട്ട്. ഇനി അതല്ല വേറെ എന്തെങ്കിലും ആവശ്യമായിട്ടുണ്ടെന്നുണ്ടെങ്കിൽ എന്നോട് പറഞ്ഞാൽ മതി, ഞാൻ വാങ്ങിച്ചു കൊണ്ട് വന്നോളാം എന്ന് പറയുകയാണ് ശ്രുതി. അങ്ങനെ പറഞ്ഞ് ശ്രുതി ദേഷ്യപ്പെടുത്തുന്നുണ്ട് അമ്മയോട്. അപ്പോഴത്തേനും അമ്മ തിരികെ അടുക്കളയിലേക്ക് പോകാൻ വേണ്ടിയിട്ട് തിരിഞ്ഞ് നടക്കുമ്പോഴത്തേനും ശ്രുതി പറയാണ്, ഞാൻ പറഞ്ഞു തീർന്നിട്ടില്ല, ഒരു കാരണവശാലുണ്ടെങ്കിലും ആദിയുടെ ഫ്രണ്ട്സോ കാര്യങ്ങളോ ഇവിടെ വരാൻ വേണ്ടിയിട്ട് പാടില്ല, അത് അവനോട് പ്രത്യേകം പറഞ്ഞ് മനസ്സിലാക്കണം. ആദ്യം സ്കൂൾ വിട്ട് തിരിച്ച് വന്നിട്ടുണ്ടെങ്കിൽ ഗേറ്റ് അടച്ച് നിങ്ങൾ ഡോറും അടച്ച് ഉള്ളിൽ വീട്ടിലിരുന്നോണം. പുറത്ത് ഒരു ലൈറ്റ് പോലും ഇടാൻ വേണ്ടിയിട്ട് പാടില്ല. ടി വി വെക്കുന്നുണ്ടെങ്കിൽ ടി വിൻ്റെ വോളിയം അത്രയും ഒച്ച കുറച്ച് മാത്രമേ വെക്കാൻ വേണ്ടിയിട്ട് പാടുള്ളൂ. സ്കൂൾ വിട്ട് തിരിച്ച് അവൻ വന്നു കഴിഞ്ഞാൽ ഒരു 7, 7:30 കൊണ്ട് അവനെ കിടത്തി ഉറക്കി എല്ലാ ലൈറ്റുകളും ഓഫാക്കി നിങ്ങളിവിടെ നിന്നോണം എന്നൊക്കെ പറഞ്ഞ് ശ്രുതി അമ്മയോട് ഭയങ്കരമായിട്ട് വലിയ വലിയ വാക്കുകളൊക്കെ സംസാരിക്കുകയാണ്. ഇത് കേട്ടിട്ട് ശ്രുതീൻ്റെ അമ്മയ്ക്ക് ദേഷ്യം വരുന്നുണ്ട്. എന്നിട്ട് ശ്രുതീൻ്റെ അമ്മ ഭയങ്കര ദേഷ്യപ്പെട്ട് ശ്രുതിയോട് പറയുകയാണ്, എന്നാൽ നീ ഒരു കാര്യം ചെയ്യുക, നിൻ്റെ റൂൾസും കാര്യങ്ങളും എല്ലാം നീ ഇവിടെ നോട്ടീസ് അടിച്ച് ആ കതകിൻ്റെ ഫ്രണ്ടിൽ വെക്ക്, ഞങ്ങൾ ഇതിലും ഭേദം ഞങ്ങളെ നീ ജയിലിൽ കൊണ്ടിടുന്നതായിരിക്കുന്നു എന്നൊക്കെ പറഞ്ഞ് ശ്രുതീൻ്റെ അമ്മ ഭയങ്കരമായിട്ട് ദേഷ്യപ്പെടുകയാണ്. അന്നേരം ശ്രുതീൻ്റെ അമ്മയോട് പറയാണ്, ഞാൻ പറയുന്നൊന്ന് മനസ്സിലാക്കാമേ, നിങ്ങൾ ഇവിടെയാണ് താമസിക്കുന്നതെന്ന് സച്ചിയും രേവതിയും അറിഞ്ഞിട്ടുണ്ടെങ്കിൽ അവർ നിങ്ങളെ തേടി ഇവിടെ വരും. പിന്നെ അവരെപ്പോഴും ഇവിടെ വന്ന് ഇവിടെ നിങ്ങളുടെ കൂട്ടത്തിൽ താമസിക്കും. പിന്നെ ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ അമ്മയ്ക്ക് മനസ്സിലാക്കാവുന്നതല്ലേ ഉള്ളൂ എന്നൊക്കെ ചോദിക്കുമ്പം മീര പറയാണ്, അവർ എല്ലാ കാര്യങ്ങളും സത്യങ്ങളൊക്കെ അറിഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇവൾ ജയിലിൽ പോകേണ്ടി വരും, അത് ശരിയാണ് അമ്മേ എന്ന് പറയുകയാണ് മീര. അങ്ങനെയും പറഞ്ഞ് നിൽക്കുമ്പോഴാണ് നമ്മുടെ ആദി ശ്രുതിൻ്റെ അടുത്തേക്ക് വന്നിട്ട് പറയാണ്, അമ്മ അതാ എയ്റോപ്ലെയിൻ, ഞാൻ അമ്മയ്ക്ക് എയ്റോപ്ലെയിൻ കാണിച്ചു തരാം എന്ന് പറഞ്ഞുകൊണ്ട് ശ്രുതിനെ കൂട്ടിക്കൊണ്ട് പുറത്തേക്ക് പോവുകയാണ്. അങ്ങനെ മീര അമ്മയുടെ അടുത്ത് വന്നിട്ട് ചോദിക്കുകയാണ്, അമ്മയ്ക്ക് ശ്രുതി പറഞ്ഞതൊക്കെ കേട്ടിട്ട് വിഷമമാവുന്നുണ്ടോ എന്ന് ചോദിക്കുമ്പം അമ്മ മീരയോട് പറയുകയാണ്, ഇല്ല മോളെ, എനിക്കറിയാം അവളുടെ പേടി കൊണ്ടാണ് അവൾ ഇങ്ങനെയൊക്കെ സംസാരിക്കുന്നത് എന്നുള്ള കാര്യം എനിക്കറിയാം. ഞാൻ തന്നെയാണ് ഇതിനൊക്കെ കാരണക്കാരി. അവൾക്ക് ചെറുപ്പത്തിൽ അവളുടെ ചെറിയ പ്രായത്തിൽ തന്നെ അവളെ ഒരു വിവാഹം കഴിപ്പിച്ച് ഞാൻ അവളെ പറഞ്ഞയച്ചു. എൻ്റെ കടമ തീർക്കണമെന്ന് മാത്രമേ ഞാൻ കരുതിയുള്ളൂ. അവളുടെ ജീവിതത്തെക്കുറിച്ചോ അവളുടെ സമ്മതത്തെക്കുറിച്ചോ ഒന്നും ഞാൻ ചോദിച്ചില്ല അവളോട്. ആ ജീവിതവും അവൾക്ക് നിലനിന്നില്ല. ഇപ്പോൾ അവളായിട്ട് തേടി കണ്ടുപിടിച്ച ജീവിതമെങ്കിലും അവൾക്ക് നിലനിൽക്കണമെന്ന് മാത്രമേ എനിക്കുള്ളൂ. പക്ഷേ എനിക്ക് പേടിയാണ്, ഇതൊക്കെ അവളുടെ വീട്ടുകാർ അറിഞ്ഞിട്ടുണ്ടെങ്കിൽ ശരിയായിട്ടുള്ള കാര്യങ്ങൾ, അവളെക്കുറിച്ചുള്ള എല്ലാ കാര്യങ്ങളും അവളെ ആ വീട്ടിൽ നിന്ന് അവരിറക്കി വിടത്തില്ലേ, അതൊക്കെ എനിക്ക് ഭയങ്കര പേടിയാണ് മീര എന്ന് പറഞ്ഞ് അമ്മ മീരയോട് ഇങ്ങനെ സങ്കടം പറയുന്നുണ്ട്. പിന്നീട് കാണിക്കുന്നത് സച്ചിനെയാണ്. സച്ചി ഒരു സവാരിയായിട്ട് നമ്മുടെ ആദീൻ്റെ, അതായത് നമ്മുടെ ശ്രുതിൻ്റെ അമ്മയുടെയും മോൻ്റെയും വീടായ സ്ഥലത്ത് എത്തിയിരിക്കുകയാണ്. അപ്പോൾ അവിടെ വെച്ച് ചെന്നപ്പോഴാണ് സച്ചിക്ക് ഓർമ്മ വന്നത്, ഒരുപാട് നാളായാലും ആദിക്കുട്ടനെ കണ്ടിട്ട്. അന്നേരം ആദിക്കുട്ടനെയും അവൻ്റെ മുത്തശ്ശീനെയും കണ്ടിട്ട് പോകാമെന്ന് കരുതി സച്ചി ശ്രുതിൻ്റെ വീട്ടിലേക്ക് ചെല്ലുകയാണ് കേട്ടോ. പക്ഷെ അവിടെ ചെന്നപ്പോഴത്തേനും അവർ ഗേറ്റ് പൂട്ടിയിട്ടിട്ട് പോയേക്കുന്നതാണ് കാണുന്നത്. അങ്ങനെ അടുത്തുള്ള ഒരു ചേച്ചിയോട്
അടുത്തൊരു അയൽവക്കത്തുള്ള ഒരു ചേച്ചിയോട് സച്ചി ചോദിക്കുകയാണ്, ചേച്ചി ഇവിടെ ഉണ്ടായിരുന്ന അവരെവിടെ പോയി എന്ന് ചോദിക്കുമ്പം ആ ചേച്ചി പറയുന്നുണ്ട്, ഞാൻ വിചാരിച്ചു അവർ നിങ്ങളുടെ വീട്ടിലേക്കാണ് വന്നിരിക്കുന്നത് എന്ന്, അങ്ങോട്ട് വന്നില്ലേ എന്ന് ചോദിക്കുന്നുണ്ട്. നിങ്ങളല്ലേ ഇടയ്ക്കിടയ്ക്ക് ഇവരെ വന്ന് കാണാനുള്ളൂ, അല്ലാണ്ട് വേറെ ആരും ഇവർക്കില്ലല്ലോ എന്ന് പറയുമ്പോൾ സച്ചി പറയാണ്, ഞങ്ങൾ തമ്മിൽ കണ്ടിട്ട് ഇപ്പോൾ കുറേ നാളായി ചേച്ചി, അങ്ങോട്ട് അവർ വരവേ ഇല്ല എന്ന് പറയാണ്. അന്നേരം ചേച്ചി പറയുന്നുണ്ട്, അയ്യോ അവരെങ്ങോട്ട് പോയി കാണും, അതുമാത്രമല്ല ഇടയ്ക്കിടയ്ക്ക് അവർക്ക് ക്ഷീണവും തളർച്ചയൊക്കെ ഉണ്ടായിരുന്നു. കഴിഞ്ഞ ആഴ്ച കൂടി ഏതോ ആശുപത്രി പോയെന്ന് പറയുന്നുണ്ടായിരുന്നു. എന്തായാലും ശരി, വന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഞാൻ നിങ്ങൾ വന്നിട്ടുണ്ടായിരുന്നു എന്ന് പറയാം. അങ്ങനെ പറയുമ്പോഴത്തേന് സച്ചി പറയാണ്, ഓ ശരി ചേച്ചി എന്ന് പറഞ്ഞ് അവർ തമ്മിൽ പിരിയാണ്. പിന്നെ സച്ചിക്ക് ആകെപ്പാട് ടെൻഷനാണ്, എവിടെ പോയി എങ്ങനെ പോയിട്ടുണ്ടാവും എന്നൊക്കെ ആലോചിച്ച് സച്ചി ഇങ്ങനെ നിൽക്കുകയാണ്. അന്നേരം സച്ചിക്ക് ഓർമ്മ വന്നത് അമ്മയുടെ നമ്പറിലേക്ക് ഒന്ന് വിളിച്ചു നോക്കാമെന്ന്. അങ്ങനെ സച്ചി ശ്രുതിൻ്റെ അമ്മയുടെ ഫോണിലേക്ക് ഫോൺ ചെയ്യുന്നുണ്ട്. അപ്പോൾ ശ്രുതിൻ്റെ അടുത്താണ് ശ്രുതിൻ്റെ അമ്മയുള്ളത്. ഇപ്പോൾ അവർ പുതിയതായിട്ടൊരു വീട് താമസം വന്നിട്ടില്ലേ, അപ്പോൾ അവിടെയാണ് ശ്രുതിൻ്റെ അമ്മയുള്ളത്. അപ്പം അവിടെ വെച്ചിട്ട് ഫോൺ റിങ് ചെയ്യുന്നതായിട്ട് ശ്രുതിൻ്റെ അമ്മ വന്ന് ഫോൺ എടുക്കുകയാണ്. ശ്രുതി വന്നിട്ട് അമ്മയോട് ചോദിക്കുന്നുണ്ട്, ആരാ അമ്മയെ ഫോൺ ചെയ്യുന്നത് എന്ന് പറഞ്ഞ് നോക്കട്ടെ എന്ന് പറഞ്ഞ് ശ്രുതി അമ്മയുടെ അടുത്ത് നിന്ന് ഫോൺ വാങ്ങിക്കുവാണ്. അന്നേരമാണ് സച്ചി എന്ന് എഴുതിയേക്കുന്നത് കണ്ടത്. എന്നിട്ട് ഏത് സച്ചി എന്ന് ശ്രുതി ചോദിക്കുമ്പം ശ്രുതിയുടെ അമ്മ പറയാണ്, എനിക്കറിയാവുന്ന ഒരു സച്ചിയേ ഉള്ളൂ, അത് നിൻ്റെ ആങ്ങള സച്ചിയാണ് എന്ന് പറയാണ്, അനിയൻ സച്ചിയാണ് എന്ന് പറയാണ്. അന്നേരം ശ്രുതി ചോദിക്കുകയാണ്, അവൻ എന്തിനാണ് നിങ്ങളെ വിളിക്കുന്നത് എന്ന് ചോദിക്കുമ്പോൾ ശ്രുതിയുടെ അമ്മ പറയുന്നുണ്ട്, അന്ന് നിൻ്റെ വീട്ടിൽ നിന്ന് വന്നേ പിന്നെ ഞാൻ ഒരിക്കലും അവനോട് സംസാരിച്ചിട്ടില്ല, ഇപ്പം എന്തിനാണ് അവൻ വിളിക്കുന്നത് എന്നുള്ള കാര്യം എനിക്കറിയത്തില്ല എന്ന് പറയാണ്. അന്നേരം മീര പറയുന്നുണ്ട്, സംസാരിക്കാണ്ട് എടുക്കാണ്ട് ഫോൺ കട്ട് ചെയ്തേക്ക് എന്ന് പറയുമ്പോൾ ശ്രുതി പറയാണ്, അങ്ങനെ ചെയ്തിട്ടുണ്ടെങ്കിൽ അവൻ വിളിച്ചുകൊണ്ടേ ഇരിക്കും, ഒരു കാര്യം ചെയ്യുക, അവൻ ഫോൺ എടുത്തിട്ട് ഞാൻ പറയുന്ന പോലെ പറയുമെന്ന് പറയാണ്. അങ്ങനെ ശ്രുതിൻ്റെ അമ്മ ഫോൺ എടുക്കുന്നുണ്ട്. അപ്പം സച്ചി ചോദിക്കുകയാണ്, അമ്മ എങ്ങനെയുണ്ട്, അമ്മയുടെ രോഗമൊക്കെ എങ്ങനെയുണ്ട്, ശരീരം എങ്ങനെയുണ്ട്, ആരോഗ്യമൊക്കെ എങ്ങനെയുണ്ട് എന്നുള്ള കാര്യങ്ങളൊക്കെ ശ്രുതിൻ്റെ അമ്മയോട് സച്ചി ഇങ്ങനെ ചോദിക്കുന്നുണ്ട്. അപ്പോൾ ശ്രുതിൻ്റെ അമ്മ പറയാണ്, കുഴപ്പമൊന്നുമില്ല എന്ന് പറയുന്നുണ്ട്. അതിനുശേഷം ശ്രുതി പറഞ്ഞതുപോലെ തന്നെ ശ്രുതിൻ്റെ അമ്മ സച്ചിയോട് പറയാണ്, സച്ചി അന്നേരം പറയാണ്, ഒരു ഓട്ടം സംബന്ധിച്ച് ഞാനിവിടെ നിങ്ങളുടെ നാട്ടിൽ വന്നിരിക്കുകയാണ്, നിങ്ങളുടെ വീടിൻ്റെ ഫ്രണ്ടിലുണ്ട് എന്ന് പറയുമ്പോഴത്തേന് ശ്രുതിയും മീരയെല്ലാം ആകപ്പാടെ ടെൻഷൻ അടിച്ച് വീടിൻ്റെ ഫ്രണ്ടിലേക്ക് പോയി നോക്കുവാണ്. അപ്പം മീര പറയുന്നുണ്ട്, ഇവിടെ ഒന്നും കാണുന്നില്ല എന്ന് പറയാണ്. അന്നേരം ശ്രുതിയുടെ അമ്മ സച്ചിയോട് ചോദിക്കുന്നുണ്ട്, എന്താ മോനെ പറഞ്ഞത് എന്ന് ചോദിക്കുമ്പോൾ സച്ചി പറയാണ്, ഞാൻ നിങ്ങളുടെ നാട്ടിൽ ഒരു ഓട്ടം സംബന്ധിച്ച് ഇവിടെ നിങ്ങളുടെ നാട്ടിലാണ് ഉള്ളത് എന്ന് പറയാണ്, വീട് 2 ദിവസമായി പൂട്ടിക്കിടക്കുന്നു എന്ന് അടുത്തുള്ള ചേച്ചി പറഞ്ഞു എന്ന് പറയാണ്. അപ്പോഴാണ് അവർക്ക് സമാധാനമായി, ആ വീട്ടിലാണ് ഉള്ളത്, ഇവർ നേരത്തെ താമസിച്ച വീട്ടിൻ്റെ അവിടെയാണ് സച്ചി വന്നിരിക്കുന്നത് എന്നുള്ള കാര്യം മനസ്സിലാവുന്നത്. എന്നിട്ട് പറയാണ്, ശ്രുതി പറഞ്ഞ പോലെ തന്നെ പറയാൻ അമ്മയോട് ഇങ്ങനെ ആംഗ്യം കാണിക്കുന്നുണ്ട്. അന്നേരം ശ്രുതിൻ്റെ അമ്മ സച്ചിയോട് പറയാണ്, ഞങ്ങളിവിടെ എൻ്റെ മകള് ഇവിടെ വേറൊരു സ്ഥലത്ത് ഒരു വീടൊക്കെ എടുത്തിട്ടുണ്ട്, ഞങ്ങൾ ഇങ്ങോട്ട് കൊണ്ടുവന്നു എന്ന് പറയാണ്. ഇവിടെ ഞങ്ങൾക്ക് കുഴപ്പമൊന്നുമില്ല എന്ന് പറയുന്നുണ്ട്. അപ്പോൾ സച്ചി പറയുന്നുണ്ട്, അത് ഏതാ സ്ഥലം എന്ന് പറയാമേ, എന്നാൽ പിന്നെ എനിക്കും രേവതിക്കും കൂടെ അവിടെ വന്നിട്ട് നിങ്ങളെ കാണാമല്ലോ, മാത്രമല്ല ആദ്യനെ കണ്ടിട്ട് ഒരുപാട് നാളായി, എനിക്ക് ആദ്യനെ കാണാമല്ലോ എന്നൊക്കെ പറയാണ്. അപ്പോൾ ശ്രുതിയുടെ അമ്മ പറയാണ്, അതൊന്നും വേണ്ട മോനെ, എനിക്കിവിടെ കുഴപ്പമൊന്നുമില്ല എന്ന് പറയുന്നുണ്ട്. എന്നിട്ട് പിന്നെയും ശ്രുതി ഇങ്ങനെ അമ്മേനെ ഇങ്ങനെ ദേഷ്യത്തോടെ നോക്കിയിട്ട് ഞാൻ പറഞ്ഞ പോലെ പറയും എന്ന് പറയാണ്. എന്നിട്ട് ശ്രുതിൻ്റെ അമ്മ ഇങ്ങനെ ഒരു രക്ഷയില്ലാണ്ട് ഇങ്ങനെ പറയാണ്, മോനെ ഇനി എന്നെ വിളിക്കുകയൊന്നും ചെയ്യേണ്ട, ഫോണൊന്നും ചെയ്യേണ്ട ആവശ്യമില്ല, ഞങ്ങൾ നോക്കാൻ വേണ്ടിയിട്ട് ഇവിടെ ആളൊക്കെ ഉണ്ട്, അതുപോലെ നിങ്ങൾ ഒരു തരത്തിൽ എന്നെ ഞങ്ങളെ കോൺടാക്റ്റ് ചെയ്യരുത് എന്ന് പറയുമ്പോൾ സച്ചി പറയാണ്, എന്തെങ്കിലും വയ്യാഴികയൊക്കെ വന്നിട്ടുണ്ടോ എന്ന് മനസ്സിൽ തോന്നി, അതുകൊണ്ടാണ് ഫോൺ വിളിച്ചത്, അതറിയാൻ വേണ്ടി വിളിച്ചതെന്ന് പറയുമ്പോഴത്തേന് ശ്രുതിൻ്റെ അമ്മയ്ക്ക് വിഷമമാവുന്നുണ്ട്. പക്ഷെ എന്നാലും ശ്രുതി ഇങ്ങനെ ഞാൻ പറഞ്ഞ പോലെ തന്നെ പറയാൻ എന്നൊക്കെ പറഞ്ഞ് ആംഗ്യം കാണിക്കുകയാണ്. അപ്പം പറയാൻ എന്ന് പറഞ്ഞുകൊണ്ട് അങ്ങനെ ശ്രുതിൻ്റെ അമ്മ ഇങ്ങനെ സച്ചിയോട് ഭയങ്കരമായിട്ട് ദേഷ്യപ്പെട്ട് പറയുന്ന പോലെ പറയാണ്, ഞങ്ങളതിനെ വിളിക്കരുത്, ഞങ്ങളതിനെ ശല്യപ്പെടുത്തരുത്, മാത്രമല്ല ആദിക്ക് ആവശ്യമില്ലാത്ത ആഗ്രഹങ്ങളൊന്നും കൊടുക്കരുത് എന്നൊക്കെ പറഞ്ഞ് ശ്രുതിൻ്റെ അമ്മ ഇങ്ങനെ സച്ചിനോട് ദേഷ്യപ്പെടുകയാണ്. അപ്പം സച്ചിക്കും രേവതിക്കും ഇത് കടുത്തതിൻ്റെ ഇടയ്ക്കാണ് കേട്ടോ, സച്ചിക്കും രേവതിക്കും ഒരു തീരുമാനം ഉണ്ടായിരുന്നു, അതായത് ഒരാഗ്രഹം ഉണ്ടായിരുന്നു, ആദിനെ ദത്തെടുക്കണം എന്നുള്ള ഒരാഗ്രഹം. അതായത് അവർക്ക് ഇതുവരെ മക്കളൊന്നും ആയിട്ടില്ലല്ലോ, അപ്പോൾ ആദ്യനെ ദത്തെടുക്കാം എന്നുള്ളൊരിത്, അതുകൊണ്ടും കൂടിയാണ് ശ്രുതി ധൃതിപ്പെട്ടിട്ട് അമ്മേനെയും മകൻ ആദിനെയും വേറൊരു സ്ഥലത്തേക്ക് മാറ്റിയത്.
അപ്പോൾ ഈ ശ്രുതി പറയുന്നത് കേട്ടിട്ട് ശ്രുതി പറയുന്നത് അനുസരിച്ച് അമ്മ ഇതുപോലെയൊക്കെ പറയുമ്പത്തേന് സച്ചിക്ക് ഭയങ്കരമായിട്ട് അങ്ങ് സങ്കടം വരുവാണേ. അപ്പോൾ സച്ചി പറയുന്നുണ്ട്, ഞാൻ അങ്ങനെ പറഞ്ഞത് കൊണ്ടാണോ അമ്മ അങ്ങനെ എന്നോട് ദേഷ്യപ്പെട്ട് പറഞ്ഞതെന്ന്. അതായത് ഈ ദത്തെടുക്കണം എന്ന് പറഞ്ഞപ്പോഴത്തേനും ശ്രുതി പറഞ്ഞത് മൂലം ഇവരിങ്ങനെ ദേഷ്യപ്പെടുന്നുണ്ട്. ഈ അമ്മ ശ്രുതിൻ്റെ അമ്മ സച്ചിനോട് ദേഷ്യപ്പെട്ട് സംസാരിക്കുന്നുണ്ട്, സച്ചിയോടും രേവതിയോടും ഒക്കെ. അപ്പം അങ്ങനെ ദേഷ്യപ്പെട്ട് സംസാരിച്ചു ഒന്നും ഞാൻ മനസ്സിൽ വെച്ചിട്ടില്ല എന്നൊക്കെ പറയുകയാണ് സച്ചി ശ്രുതിൻ്റെ അമ്മയോട്. അതൊന്നുമല്ല, ഇനി ഞങ്ങളെ കോൺടാക്ട് ചെയ്യില്ല, ഇനി ഞങ്ങളെ വിളിക്കരുതെന്നും പറഞ്ഞുകൊണ്ട് അമ്മ ഫോൺ കട്ട് ചെയ്യുകയാണ്. അപ്പോൾ സച്ചിക്ക് ആകപ്പാടെ ഭയങ്കര വിഷമം വരുവാണേ. സച്ചി ഭയങ്കരമായിട്ട് സങ്കടപ്പെടുന്നുണ്ട്. സങ്കടപ്പെട്ടാണ് സച്ചി തിരിച്ച് വീട്ടിലേക്ക് പോകുന്നത്. ഫോൺ വെച്ച് കഴിഞ്ഞപ്പോഴത്തേനും ശ്രുതി അമ്മേനെ കെട്ടിപ്പിടിച്ച് പറയാണ്, അമ്മ ഇത്രയും നാളത്തേന് ഇടയ്ക്ക് ഇപ്പോഴാണ് നിങ്ങൾ നന്നായിട്ടൊന്ന് സംസാരിച്ചതെന്ന് പറയുമ്പോൾ ശ്രുതിൻ്റെ അമ്മ പറയാണ്, പോടി ആ പാവം കൊച്ച്, എൻ്റെ ആരോഗ്യസ്ഥിതി എങ്ങനെയുണ്ട് അറിയാൻ വേണ്ടിയിട്ടാണ് അവൻ വിളിച്ചത്. ഞാൻ അവനെ ഇങ്ങനെയൊക്കെ സംസാരിക്കാൻ നീ ഇങ്ങനെയൊക്കെ എന്നെക്കൊണ്ട് ചെയ്യിപ്പിച്ചല്ലോ എന്നൊക്കെ പറയാണ്. അപ്പോൾ ശ്രുതി പറയാണ്, അതൊന്നും സാരമില്ല അമ്മ, അമ്മ ദേഷ്യപ്പെട്ട് പറഞ്ഞാൽ അവൻ ഇനി അമ്മേനെ അന്വേഷിച്ച് വരാണ്ടിരിക്കത്തുള്ളൂ, ഇല്ലെങ്കിൽ അമ്മേനെ ഏത് സമയം ഫോൺ ചെയ്യും, ഇനി അവൻ ഫോൺ ചെയ്താൽ അമ്മ ഫോൺ എടുക്കരുത് എന്നൊക്കെ പറയാണ്. എന്നിട്ട് പിന്നെ ശ്രുതി പറയാണ്, നമ്മുടെ ആദ്യനെ ചേർക്കേണ്ട സ്കൂളിലേക്ക് നമുക്ക് പോകാം, അവിടെ ചെന്നിട്ട് നമുക്ക് ആദ്യക്കുട്ടനെ സ്കൂളിൽ ചേർക്കാം എന്നൊക്കെ പറയാണ്. അങ്ങനെ അമ്മയും സമ്മതിക്കുന്നുണ്ട്. അങ്ങനെ അവർ രണ്ടുപേരും കൂടെ സ്കൂളിലേക്ക് പോവാണ്. അവർ രണ്ടുപേരും അല്ല, ആദ്യം ശ്രുതിൻ്റെ അമ്മയും ശ്രുതിയും കൂടെ കൂടിയിട്ട് സ്കൂളിലേക്ക് പോവാണ്. പിന്നീട് കാണിക്കുന്നത് സ്കൂളാണ്. സ്കൂളിൽ സെക്യൂരിറ്റിയോട് നമ്മുടെ രവീന്ദ്രൻ വന്ന് ചോദിക്കുകയാണ്, ഇവിടെ ഓഫീസ് എവിടെയാണെന്ന് ചോദിക്കുന്നുണ്ട്. അന്നേരം രവീന്ദ്രനോട് ഇന്ന സ്ഥലത്താണ് ഓഫീസ് എന്ന് പറഞ്ഞ് രവീന്ദ്രനെ അങ്ങോട്ട് പറഞ്ഞു വിടുന്നുണ്ട് സെക്യൂരിറ്റി. രവീന്ദ്രൻ ഓഫീസിൽ വന്നിട്ട് ഒരാളെ കണ്ടിട്ട് പറയാണ്, ഞാൻ ഇന്ന പോലെ അശോകൻ, അതായത് രവീന്ദ്രൻ്റെ ഫ്രണ്ടാണല്ലോ അശോകൻ എന്ന് പറഞ്ഞ ആൾ. അപ്പം ആൾ പറഞ്ഞിട്ട് വരുവാണ്, എനിക്കൊരു ജോലി സംബന്ധമായിട്ടുള്ള കാര്യത്തിന് വേണ്ടി വന്നതാണ് എന്ന് പറയുമ്പം ഈ ഇരിക്കുന്ന പുള്ളിക്കാരൻ പറയാണ്, ഇവിടെ അക്കൗണ്ട്സിൽ മാത്രമാണ് വേക്കൻസി ഉള്ളത്, എന്തായാലും ആ ജോലിക്ക് നിങ്ങൾ ഓക്കെ ആണ് എന്ന് പറയാണ്. എന്നിട്ട് ഇയാൾ പറയുന്നുണ്ട്, ആഴ്ചയിൽ ഒരു ദിവസം മാത്രമേ ജോലിയുള്ളൂ, പിന്നെ ഈ സ്കൂളിൻ്റെ ഒരു ബ്രാഞ്ച് സ്കൂള് വേറൊരു സ്ഥലത്ത് ഞങ്ങൾ ഓപ്പൺ ചെയ്യുന്നുണ്ട്, അവിടെ ഓപ്പൺ ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ സ്ഥിരമായിട്ട് തന്നെ ജോലി ഉണ്ടാകും എന്ന് പറയാണ്. ആഴ്ചയിൽ ഒരു ദിവസം ഇവിടെ വന്ന് നിങ്ങൾ അക്കൗണ്ട്സും കാര്യങ്ങളൊക്കെ നോക്കിയാൽ മതി എന്ന് പറയുന്നുണ്ട്. അന്നേരം അതിനുള്ളിൽ നിങ്ങൾ ജോയിൻ ചെയ്താൽ മതി എന്ന് പറഞ്ഞ് രവീന്ദ്രനെ പറഞ്ഞു വിടുവാണ്. പിന്നീട് രവീന്ദ്രൻ പുറത്തേക്ക് ഇറങ്ങിയിട്ട് അശോകനെ ഫോൺ ചെയ്യുന്നുണ്ട്. എന്നിട്ട് രവീന്ദ്രൻ അശോകനോട് പറയാണ്, ഒരു വിധത്തിലാണ് ഞാൻ സച്ചിനെ കൊണ്ട് സമർപ്പിച്ചത്, പിന്നെ അവനും ഇത്രത്തോളം കഷ്ടപ്പെടുക അല്ലേ, ഞാനൊരു ജോലിക്ക് പോയിട്ടുണ്ടെങ്കിൽ അവൻ അതൊരു ആശ്വാസമായിരിക്കും, അതൊരു സഹായമായിരിക്കും എന്നൊക്കെ പറയാണ്. ഇവിടെ ജോലിയെല്ലാം ഓക്കെയാണ്, നീ പറഞ്ഞതുകൊണ്ട് എല്ലാം സെറ്റാക്കി തന്നിട്ടുണ്ട് എന്നൊക്കെ പറയാണ്. അന്നേരത്തേനും ശ്രുതിൻ്റെ അമ്മയും മോനും കൂടെ ഓട്ടോയിൽ വന്ന് ഇറങ്ങുവാണ്. അവർ ഇറങ്ങുന്നതിന് സമയത്ത് ശ്രുതിൻ്റെ അമ്മയോട് ശ്രുതി പറയുന്നുണ്ട്, അമ്മ ഒരു കാര്യത്തിലും പേടിക്കേണ്ട ആവശ്യമൊന്നുമില്ല, ഇത് നല്ലൊരു സ്കൂളാണ്, ഇവിടെ ഇവൻ പഠിച്ചിട്ടുണ്ടെങ്കിൽ ഇവൻ്റെ ഭാവി നല്ല രീതിയിൽ മുന്നേറും, അതുകൊണ്ട് അമ്മ അതിനെക്കുറിച്ചൊന്നും ഓർത്ത് പേടിക്കേണ്ട എന്ന് പറയാണ്. എന്നിട്ട് ആദിയോട് ശ്രുതി ചോദിക്കുന്നുണ്ട്, ആദി നിനക്ക് ഈ സ്കൂൾ ഇഷ്ടപ്പെട്ടോ എന്ന് ചോദിക്കുമ്പോൾ ആദി ഭയങ്കര സന്തോഷത്തോടെ പറയാണ്, എനിക്ക് ഈ സ്കൂളും ഇഷ്ടപ്പെട്ടു, എനിക്ക് അമ്മയുടെ കൂടെ നിൽക്കുന്നതും ഇഷ്ടമാണെന്ന് പറയാണ്. പിന്നെ ശ്രുതിൻ്റെ അമ്മ ശ്രുതിയോട് ചോദിക്കുകയാണ്, ഇത്രയും വലിയൊരു സ്കൂളിൽ ഇവനെ ചേർക്കുമ്പോൾ ഒരുപാട് പൈസ ആവത്തില്ലേ എന്നൊക്കെ ചോദിക്കുമ്പോൾ ശ്രുതിൻ്റെ അമ്മയോട് പറയാണ്, ആദ്യൻ്റെ ഭാവി നന്നാവാൻ വേണ്ടിയിട്ട് എത്ര പൈസ ആയാലും എനിക്ക് പ്രശ്നമൊന്നുമില്ല, അതിന് എത്ര റിസ്ക് എടുത്താലും ഞാൻ അവൻ്റെ ഭാവി നല്ലതാക്കും എന്നൊക്കെ പറയാണ്. എന്നിട്ട് ആദിയോട് ചോദിക്കുന്നുണ്ട്, നല്ല സ്കൂളാണോ എന്നൊക്കെ ചോദിക്കുന്നുണ്ടല്ലോ. അത് കഴിഞ്ഞ് ആദിയോട് ശ്രുതി പറയാണ്, ഇവിടെ ക്രിക്കറ്റ് മാച്ചൊക്കെ ഉണ്ട്, നിനക്ക് ക്രിക്കറ്റ് ഭയങ്കര ഇഷ്ടമാണല്ലോ എന്നൊക്കെ ചോദിക്കുന്നുണ്ട്. ഇത് കേട്ടിട്ട് ആദ്യം ശ്രുതിയോട് ചോദിക്കുകയാണ്, ഞാൻ ഗ്രൗണ്ട് പോയി കണ്ടോട്ടെ എന്ന് ചോദിക്കുന്നുണ്ട്. അപ്പോൾ ശ്രുതിൻ്റെ അടുത്ത് നിന്ന് ആദ്യം ഓടിപ്പോകുന്ന കണ്ടിട്ട് ശ്രുതി ഓടി ചെന്ന് ആദ്യനെ നിർത്തിയിട്ട് പറയാണ്, ഒരു കാരണവശാലും നീ അങ്ങോട്ടും ഇങ്ങോട്ടും ഒന്നും പോകാൻ വേണ്ടി പാടില്ല, സ്കൂളിൽ നിന്ന് വന്നിട്ടുണ്ടെങ്കിൽ തിരിച്ച് വീട്ടിലേക്ക് നേരെ വരിക, സ്കൂൾ കഴിഞ്ഞ് തിരിച്ച് നേരെ വീട്ടിലേക്ക് വരിക, അതല്ലാണ്ട് അവിടെ ഇവിടെയും കളിച്ചൊന്നും നടക്കരുതെന്ന് പറയണം. അപ്പം ഇത് കേട്ടിട്ട് ശ്രുതിൻ്റെ അമ്മ പറയാണ്, ഇവൻ സ്കൂൾ കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ എല്ലാവരുടെയും അടുത്ത് ചെന്ന് കളിച്ച് കഴിഞ്ഞിട്ട് മാത്രമേ ഇവൻ വീട്ടിലേക്ക് വരത്തുള്ളൂ, അത്രയ്ക്കും വാശിയാണ് ഇവൻ എന്ന് പറയുമ്പോൾ ശ്രുതി പറയാണ്, മുത്തശ്ശിക്ക് അമ്മമ്മയ്ക്ക് വയ്യ എന്നുള്ള കാര്യം നിനക്കറിയാമല്ലോ, അതുകൊണ്ട് നീ അമ്മമ്മേനെ ബുദ്ധിമുട്ടിക്കൊന്നും ചെയ്യരുത്, നീ വേണം അമ്മേനെ നോക്കാൻ എന്നൊക്കെ പറഞ്ഞ് ശ്രുതി അതിനെ ഒരുപാട് ഉപദേശിക്കുന്നുണ്ട്, നല്ല പോലെ പഠിക്കണമെന്നൊക്കെ പറയുന്നുണ്ട്. ഇതൊക്കെ സംസാരിച്ചുകൊണ്ടിരുന്ന് ഇവർ മുന്നോട്ട് നടന്നു വരുമ്പോഴാണ് നമ്മുടെ
രവീന്ദ്രൻ അശോകനോട് ഫോണിലിങ്ങനെ സംസാരിക്കുന്നത്. അതായത് ഒരുപാട് സച്ചിനെ നിർബന്ധിച്ചിട്ടാണ് സച്ചി ഈ കാര്യത്തിനൊന്നും സമ്മതിച്ചത്. അവനിങ്ങനെ കിടന്ന് കഷ്ടപ്പെടുവാണല്ലോ. അപ്പം ഞാനൊരു ജോലിക്ക് നോക്കിയിട്ടുണ്ടെങ്കിൽ അത് അവന് സഹായമാവുമല്ലോ എന്നൊക്കെ പറഞ്ഞു. നീ പറഞ്ഞതുകൊണ്ട് എനിക്ക് ഈ ജോലി കിട്ടി എന്നൊക്കെ അശോകനോട് പറയാണ്. ഇതും സംസാരിച്ചുകൊണ്ട് രവീന്ദ്രൻ മുന്നോട്ട് നടന്നു പോവുകയാണ്. പക്ഷേ ശ്രുതിയോ രവീന്ദ്രനോ പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും കാണുന്നില്ല. പിന്നീട് ഇവർ സ്കൂളിൻ്റെ ഓഫീസിലേക്ക് നടന്നു പോവുകയാണ് ശ്രുതി. അങ്ങനെ ശ്രുതി അഡ്മിഷനൊക്കെ എടുത്ത് തിരിച്ചു പോവുകയാണ്. പിന്നീട് കാണിക്കുന്നത് ശ്രുതി ഇവിടെ രവീന്ദ്രൻ്റെ എത്തിയതാണ്. അതായത് ശ്രുതീൻ്റെ വീട്ടിലെത്തിയിരിക്കുകയാണ് തിരികെ. അതിനുശേഷം ശ്രുതി ശ്രദ്ധിക്കുന്നു. വെള്ളം കുടിക്കാൻ അടുക്കളയിലേക്കൊക്കെ വന്നു കഴിയുമ്പോൾ ശ്രുതി ഇങ്ങനെ ശ്രദ്ധിക്കുകയാണ് സച്ചി രേവതിയോട് സംസാരിക്കുന്നത്. അപ്പോൾ രേവതീൻ്റെ അടുത്ത് വന്നിട്ട് സച്ചി പറയുകയാണ്, ഞാൻ ആദീൻ്റെ നാട്ടിൽ പോയിട്ടുണ്ടായിരുന്നു. അവിടെ ചെന്നപ്പം ആദീൻ്റെ മുത്തശ്ശി അവിടെ ഇല്ലായിരുന്നു. അവരെവിടെയോ പോയേക്കുവാണ്. അവരുടെ മകൾ എങ്ങോട്ടോ കൊണ്ടുപോയി എന്നൊക്കെയാണ് ഞാൻ അവരെ ഫോൺ വിളിച്ചപ്പോൾ പറഞ്ഞത്. പക്ഷേ എനിക്ക് ഭയങ്കര സങ്കടമായത് അതൊന്നുമല്ല. അവരെ ഞാൻ ഫോൺ വിളിച്ചപ്പോൾ അവരെന്നോട് ഭയങ്കര മോശമായിട്ടാണ് സംസാരിച്ചത്. എന്നോട് ദേഷ്യപ്പെട്ടു. ഇനി ഒരിക്കലും ഞാൻ അവരെ ഫോൺ ചെയ്യരുത് എന്നൊക്കെ പറഞ്ഞെന്ന് പറയാണ്. ഇത് കേൾക്കുമ്പോൾ ശ്രുതിക്ക് സമാധാനമാവുന്നുണ്ട്. കാരണം ഇനി ഒരിക്കലും സച്ചി അവരെ ബുദ്ധിമുട്ടിപ്പിക്കൂലല്ലോ. അപ്പം രേവതി ചോദിക്കുന്നുണ്ട്, നമ്മൾ അന്ന് സംസാരിച്ചതിനെ പറ്റി അവർ ഇതുവരെ മറന്നില്ലേ എന്ന് ചോദിക്കുമ്പോൾ അതൊന്നും അല്ല കാര്യം, മറ്റെന്തോ കാര്യമുണ്ട്. ഒന്നെങ്കിൽ നമ്മൾ അവരെ വിളിക്കുന്നത് അവർക്ക് ഇഷ്ടമല്ല. പക്ഷേ ഒന്നെങ്കിൽ നമ്മൾ ആദീനെ ദത്തെടുക്കുന്നു എന്ന് പറഞ്ഞത് മുത്തശ്ശിക്ക് ചിലപ്പം അതൊരു ഇഷ്ടക്കേടായിട്ടുണ്ടാവുമായിരിക്കാം. അവർക്ക് ആ സ്നേഹം കിട്ടാണ്ട് വരുമോ എന്നൊക്കെ ഉള്ളൊരു അങ്ങനെയൊക്കെ തോന്നിക്കാണും. അല്ലാന്നുണ്ടെങ്കിൽ മറ്റാരോ അവരെ നമ്മളിലേക്ക് അടുക്കുന്നത് ഇഷ്ടപ്പെടാഞ്ഞിട്ടാണ് അവരെ മനഃപൂർവ്വം തടഞ്ഞു വെക്കുന്നതാണെന്നൊക്കെ കേട്ടപ്പോഴത്തേനും ശ്രുതി ഭയങ്കര ഇങ്ങനെ ഞെട്ടി നിൽക്കുകയാണ്. കാരണം സച്ചി ഇത്രത്തോളം മനസ്സിലാക്കി എടുത്തിട്ടുണ്ടല്ലോ. അപ്പോഴത്തേനും ശ്രുതി ഇങ്ങനെ ഞെട്ടി നിൽക്കുന്നുണ്ട്. അത് കാണിച്ചാണ് ഇന്നത്തെ എപ്പിസോഡ് അവസാനിപ്പിക്കുന്നത്. എന്താണെങ്കിലും ഉറപ്പാണ്, രവീന്ദ്രൻ വൈകാതെ തന്നെ ശ്രുതീൻ്റെ മകനുമായിട്ട് കോണ്ടാക്റ്റ് വരുമെന്നും ശ്രുതീൻ്റെ മകൻ വഴി ശ്രുതീൻ്റെ കള്ളത്തരങ്ങളും കാര്യങ്ങളും ഒക്കെ രവീന്ദ്രൻ കണ്ടുപിടിക്കും എന്നുള്ള കാര്യങ്ങളൊക്കെ ഏകദേശം നമുക്ക് മനസ്സിലാക്കി എടുക്കുന്നതേ ഉള്ളൂ. എന്തായാലും അടുത്തൊരു എപ്പിസോഡിന് വേണ്ടിയിട്ട് നമുക്ക് വെയിറ്റ് ചെയ്യാം. അതുവരെ ബൈ. ഇനി വരുന്ന എപ്പിസോഡുകൾ ഒന്നും മിസ്സാക്കാണ്ട് കിട്ടാൻ വേണ്ടിയിട്ട് ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാം കേട്ടോ.